കഴിഞ്ഞ ദിവസമേ ലാലേട്ടനെ പള്ളു പറഞ്ഞ നമ്മുടെ ചെകുത്താൻ എന്നെ പോലീസ് ലോക്കപ്പിലാക്കിയാൽ എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. എനിക്ക് മനസ്സ് തുറന്ന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ സന്തോഷിക്കാത്തതാണ്. പക്ഷേ ഇന്നലെ എനിക്ക് അത്യാവശ്യമാണെന്ന് തോന്നി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇച്ചിരി നേരത്തെ വേണമായിരുന്നു, പിന്നെയൊക്കെ പിടിച്ച് നേരത്തെ തന്നെ അകത്ത് ഇടണമായിരുന്നു. പക്ഷെ വൈകിയാണെങ്കിലും നടന്നല്ലോ. സിദ്ദിഖിന് നല്ലൊരു അഭിനന്ദനമുണ്ട്. കാരണം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് തോന്നിയല്ലോ. ലാലേട്ടൻ ഇതിനൊന്നും പോകത്തില്ല, അദ്ദേഹം കണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്നാലും അത്യാവശ്യ കാര്യമായ മരുന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനിടയിൽ സൈന്യത്തിൻ്റെ ഇടയിൽ നിന്നും കേസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. വമ്പൻ പണി ഇനിയും വരുന്നുണ്ട്. ഏതായാലും ചെകുത്താന് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ റിപ്പോർട്ടർ ടിവിക്കകത്ത് വന്നിട്ടുണ്ട്. മിക്കവാറും ചാനലിനകത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്തോ കണ്ടൊരു ഭയം ആ ഇൻ്റർവ്യൂവിലുടനീളം കാണുന്നുണ്ട്. നമുക്കതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. ഫോട്ടോ എന്നുള്ളത് ലോക്കപ്പിനകത്ത് കിടക്കുന്ന ഒരു ഫോട്ടോയാണ്. അത് പോലീസ് സ്റ്റേഷനിൽ താങ്കളെ ലോക്കപ്പ് ചെയ്തിരുന്നു? അവർ ലോക്കപ്പിലാണ് അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ അത് കുറച്ചു നേരം അവർക്ക് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ലോക്കപ്പിൽ നിർത്തിയിട്ട് ഇന്നലെ പ്രചരിച്ച ഫോട്ടോ ലോകപ്പിൽ കിടക്കുന്ന ഫോട്ടോ തന്നെയാണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആശ. അതിന് പറയുന്ന ന്യായീകരണമാണ് എനിക്ക് ചിരി വന്നത്. കാരണം വേറെ ഏതോ കേസിൻ്റെ പുറകെ അവർ പോയത് കൊണ്ട് എന്നൊരു കാര്യം ചെയ്യേ തങ്ങൾ അയ്യോ അങ്ങനെ വിളിക്കാൻ പാടുണ്ട്. അയ്യോ ബഹുമാനപ്പെട്ട ചെകുത്താനെ, തങ്ങൾ ഈ ലോകകപ്പിനകത്തേക്കൊന്ന് കയറിയാലും ഞങ്ങൾ വരുന്നിടം വരെ ഞങ്ങൾ കേസ് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്, വരുന്നിടം വരെ ഞങ്ങൾ പുറത്തു നിന്ന് പൂട്ടിയിരിക്കും എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലേ. എന്തേ പിന്നെ പുറത്ത് ഇരുത്തിയില്ല? അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും നിൽക്കി ഞങ്ങൾ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞാൽ പോരെ? അതിന് ലോക്കപ്പ് ഇടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അപ്പം കുണ്ടി എന്നപ്പം തന്നെ ലോക്കപ്പ് ഇടണമെങ്കിൽ അത്ര ഗൗരവതരമായ കാര്യം തന്നെയല്ലേ നടന്നത്? എന്താ മണ്ടന്മാരാ? ഏതായാലും ലോക്കപ്പിൽ കിടന്നെന്നുള്ളത് ചെകുത്താൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിന് പറഞ്ഞ ന്യായീകരണമാണ് എന്നെ വല്ലാതെ ചിരിപ്പിച്ചത്. വേറെ കേസിൻ്റെ കാര്യത്തിന് വേണ്ടി പോയോണ്ട് തങ്ങൾ അതിനകത്തോട്ടിരുന്നോ എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. ഏതായാലും ജാമ്യത്തിൽ പുറത്തിറങ്ങിയില്ലല്ലേ. അപ്പം ഇനി മോഹൻലാലിനെ പറ്റി വല്ലതും പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലാലേട്ടൻ എന്ന് കേൾക്കുമ്പം ഈ ഉറക്കത്തിൽ ഞെട്ടി ഉണരുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ട്. ഏതായാലും സത്യം പറഞ്ഞാൽ ഒരു ചരട് ജപിച്ച് കിട്ടേണ്ട അത്യാവശ്യമല്ലേ. ഈ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ചരട് ജപിച്ച് കെട്ടണം. അത്യാവശ്യമായിട്ട് ഈ ചരട് അത്യാവശ്യം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ട്. ഈ പിള്ളേരൊക്കെ പേടിച്ച് കഴിഞ്ഞാൽ ചരട് ജപിച്ച് കിട്ടും. അപ്പം അതൊരു അത്യാവശ്യ കാര്യമാണ്. അപ്പം ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ചിരിക്കാനുള്ള കിട്ടുമായിരിക്കില്ലേ. മോഹൻലാൽ എന്ന നടൻ ഈ പറഞ്ഞ ഉരുൾപൊട്ടലുണ്ടായ ദുരന്തഭൂമി സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടതായിരുന്നല്ലോ താങ്കളുടെ ആ ഒരു പരാമർശങ്ങൾ. ആ പരാമർശത്തിൽ തന്നെ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതിപ്പോൾ എനിക്ക് അതിനകത്തൊരു പ്രശ്നമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. അയ്യോ അങ്ങനെ പറയാൻ പാടില്ല. ഇനി മോഹൻലാൽ എന്ന് പറഞ്ഞു പോയാൽ പണി കിട്ടും മോനെ. ചെകുത്താൻ അതറിയാം. മുഖത്ത് നല്ല പരിഭ്രാന്തി ഉണ്ടല്ലേ എന്നൊക്കെ വീഡിയോ കാണുമ്പോൾ അറിയാം. ഏതായാലും പണ്ട് ഇതുപോലൊന്നും അല്ലായിരുന്നു. എന്തോ ലാലേട്ടൻ എന്ന് കേൾക്കുമ്പം തന്നെ ഭാടി വീണ് എന്തൊക്കെയായിരുന്നു. ഏതായാലും പവനായി ശവമായ അവസ്ഥയിലാണില്ലേ. അയ്യോ അതൊന്നും ചോദിക്കല്ലേ, ദൈവത്തെ ഓർത്ത് അതൊന്നും ചോദിക്കല്ലേ, എന്നെ കുഴപ്പത്തിലാക്കല്ലേ എന്ന് പറഞ്ഞതുപോലെ ഉണ്ട്. ലാലേട്ടൻ എന്ന് കേൾക്കുന്നത് തന്നെ ഇനി ഉറക്കത്തിൽ ഒരു വിറയലുണ്ടാവും ആശാന്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം. താങ്കൾ മോഹൻലാലിനെതിരെ തുടർച്ചയായിട്ട് അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്താറുണ്ട്. അതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഇല്ല, ഞാനിങ്ങനെ തുടർച്ചയായി അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്താറില്ല. ഇതിപ്പോൾ എല്ലാം ഒരു ഈ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പറയുന്നുള്ളതാണ്. അതിന് അയ്യോ മോഹൻലാലോ അതാരെ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, ഞാൻ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലായില്ലേ. തുടർച്ചയായിട്ട് മോഹൻലാൽ എന്ന് കേട്ടും അദ്ദേഹത്തിൻ്റെ പടം ഇറങ്ങുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വിഷയം തന്നെ ഒരു 5-6 പ്രാവശ്യം എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം
ചെകുത്താന് കലികളാകും. ആ അവസ്ഥ തന്നെ. കറക്റ്റ് പേരാണ് കേട്ടോ ചെകുത്താൻ എന്നുള്ളത്, അറിഞ്ഞിട്ട പേര് പോലുണ്ട്. അപ്പം ഏതായാലും ഇപ്പം മോഹൻലാലിനെ പറ്റി ഞാനങ്ങനൊന്നും ചെയ്യാറില്ല, ഞാൻ വെറും പാവം, മോഹൻലാലിനെ കണ്ടിട്ട് പോലും ഇല്ല. മോഹൻലാലിനെ കേൾക്കുന്നത് തന്നെ, മോഹൻലാൽ അതാരാ ഞാൻ അറിഞ്ഞിട്ട് പോലും, ഞാൻ കേട്ടിട്ട് പോലും, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരുണ്ടല്ലേ. കഷ്ടം, വല്ലാതെ പേടിച്ചു. ഇത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യൻ നന്നായെന്ന് എനിക്ക് തോന്നുന്നു. വല്ലാത്ത പേടി വരുന്നുണ്ട്. വിഷയത്തിൽ താങ്കൾക്ക് ഇപ്പോൾ എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എന്ത് തോന്നാനാണ്? ഇതിലൊന്നും തോന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു അല്ലേ? തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കുറച്ച് മരച്ചില്ലകൾ മാത്രം തോന്നുന്നു. ഇതിൽ കൂടുതലൊന്നും എൻ്റെ ചെകുത്താൻ പറയത്തില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ കിള്ളി നന്നാക്കിലിട്ട് മോഹൻലാൽ മോഹൻലാൽ എന്ന് ചോദിച്ചാലും ജീവിതത്തിൽ ഇനി മോഹൻലാൽ എന്ന് പറയുന്ന പേര് ഉച്ചരിക്കാത്ത വിധം അച്ഛൻ ആകെപ്പാടെ പേടിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലായിരുന്നു. ഇത് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ക്യാമറയോ അടച്ചിട്ട് റൂമിലാണെങ്കിൽ ആരെയൊന്നും പറയല്ലേ, ഒരു വല്ലാത്തൊരു ധൈര്യമാണ്. പക്ഷെ പുറത്തോട്ട് ഇറങ്ങി നാട്ടുകാരുടെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്ത അവസ്ഥയാകും. ചിലപ്പോൾ ഇപ്പം റോഡിൽ നിന്ന് ഏതെങ്കിലും മോഹൻലാൽ എന്ന് പറഞ്ഞാൽ പോലും റോഡിൽ നിന്ന് പോകുന്നവൻ തല്ലിയിട്ട് പോകും. അതേ അവസ്ഥയിലാണ് ചെകുത്തൻ. ചെകുത്തൻ ആ പാടെ ഒരു ഭയമുണ്ട്. ഭയമെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഭയമാണ്. ആ മുഖത്ത് തെളിഞ്ഞ് കാണാൻ കണ്ണുകളിലൊക്കെ. മറ്റേതോ വീഡിയോ കാണണമായിരുന്നു എൻ്റെ മോനെ. ഇതിന് മുമ്പിലത്തെ വീഡിയോ കണ്ടിട്ടില്ല, ഇന്നലെ ഞാൻ ഇട്ടിരുന്നു. ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ എന്തോ ആയിരുന്നു, എന്തോ തിളപ്പമായിരുന്നു, എന്തോ ഇതായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞു, നമ്മൾ കൈയില്ലാത്തവരൊക്കെ ആണെങ്കിൽ കൈ വെച്ചടി, ആ രീതിയിലുള്ള സംസാരമായിരുന്നു. അങ്ങനെ ഏതായാലും ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയായിരുന്നു, മലപ്പുറം കത്തി, മിഷ്യൻ കണ്ണ്, എന്തൊക്കെ പരിപാടിയായിരുന്നു. അവസാനം പവനായി ശവമായി ആ അവസ്ഥയിൽ തന്നെയാണ് ചെകുത്താൻ നിൽക്കുന്നത്. ഏതായാലും റിപ്പോർട്ടർ ടിവിയുടെ അവതാരം ഈ റിപ്പോർട്ടർ തന്നെ ചോദിക്കുന്നുണ്ട്, നല്ല പ്രാഫല്ലേ, റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തോ ഭയപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു ഭയപ്പാടല്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് കാണാം. വല്ലാതെ ഭയക്കുന്നു എന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെയല്ല. അങ്ങനെയുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു കേസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗം ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു ഭയമുണ്ടോ മനസ്സിൽ? കോമഡിയൊക്കെ പറയും കേട്ടോ നിങ്ങളോട്. അതെന്താ, എന്തുകൊണ്ടാണ് ഇപ്പോഴും ചായ കുടിച്ചാലോ? ചായ കുടിക്കാം, തീർച്ചയായിട്ടും ചായ കുടിക്കാം. ആവാം. പിന്നെ കുറച്ച് ദോശ, ചമ്മന്തി. വിശക്കുന്നുണ്ട് രാവിലെ? വിശക്കുന്നു, കഴിക്കാൻ ഇറങ്ങിയതാ. അതായത് കണ്ടുമുട്ടി കാര്യങ്ങൾ വെച്ച് നമ്മൾ പോകുന്നു. എങ്കിലും താങ്കൾ ബൈക്കുന്നുണ്ട്, താങ്കൾ ചായ കുടിക്കുന്നു. ഒരു ചായ കുടിച്ചാലോ? എനിക്കും വല്ലാതെ വിശക്കുന്നു. ദോശയും ചമ്മന്തിയും ആയാലോ? എങ്ങനെയുണ്ട് ചെകുത്താൻ? എത്ര വിധമാണ് ചെകുത്താൻ. എന്താ ഒരു മനുഷ്യപുത്രനെ പോലെ മാറിയിരിക്കുന്നത് കണ്ടോ? ഒറ്റ ദിവസം ലോകകപ്പിൽ കിടന്നാൽ മതി. മനുഷ്യനൊക്കെ ഇങ്ങനെയൊക്കെ നന്നാവുകയാണെങ്കിൽ എന്തായിരുന്നല്ലേ? ഏതെങ്കിലും ചോദ്യം ചോദിച്ചു കഴിയുമ്പം റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു. എനിക്കോ പായോ, എന്നാൽ ചായ കുടിച്ചാലോ? അല്ല, ദോശയും ചമ്മന്തി കഴിക്കാൻ ഇറങ്ങിയതാണ്. എൻ്റെ ചെകുത്താൻ്റെ പണിക്കുറ്റി തീർന്നു കേട്ടോ. ചെകുത്താൻ ഇനിയിപ്പം ദൈവപുത്രനായിട്ട് ജനിച്ചു. ഏതായാലും നല്ല കാര്യമില്ല അല്ലേ? ഒരു മനുഷ്യൻ നന്നായി കാണുന്നത് നമുക്ക് നല്ലതല്ലേ? ഇതുകൊണ്ടൊക്കെ നന്നായാൽ മതിയായിരുന്നു. ഇനിയും അല്പം കഴിയുമ്പോഴത്തേന് അടുത്ത പരിപാടി ഒപ്പിച്ചുകൊണ്ട് വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം വല്ലാതെ ഭയത്തിൻ്റെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ ഒരു നിർമ്മലമായ ഹൃദയമുള്ളവരാണ് ചെകുത്താനെന്ന് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ആ ചിരിയിലൊക്കെ കഷ്ടമായിപ്പോ ഇല്ലേ? കഷ്ടമോ? എൻ്റെ ചെകുത്താനെ നന്നാവുകയാണെങ്കിൽ, ഇങ്ങനെ പോലീസ് കേസ് എടുത്ത് ലോക്കപ്പിലൊക്കെ നിന്ന് നന്നാവുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരും കൂടെ ഒക്കെ ഉണ്ട് യൂട്യൂബിൽ നന്നാവാനുള്ളവർ കേട്ടോ. അയ്യോ ഞാനല്ല, ഞാൻ നേരത്തെ നന്നായിരിക്കുക. അവരെയും കൂടെ ഒക്കെ ഒന്ന് നന്നാക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും അല്ലേ? അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. അതുവരെ നമ്മുടെ ചെകുത്താന് ചായയും ദോശയൊക്കെ തികച്ചിട്ട് വരട്ടെ. വയറ് നന്നായി കഴിക്കട്ടെ. കാര്യം വിശപ്പ് കാണും, അതുപോലെ നന്നായി പഴന്ന് കാണും അല്ലേ? ഏതായാലും കേസ് ഇവിടെ കൊണ്ടൊന്നും ഇരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈന്യത്തിൻ്റെ കയ്യിലും
കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലുള്ള കേസും വലിഞ്ഞു മുറുകും. ഇനിയും എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നത് തന്നെ ചെകുത്താൻ ഭയപ്പെടും എന്ന് തോന്നുന്നു അല്ലേ. സത്യം പറഞ്ഞാൽ നേരെ ചൊവ്വേ പറയാനുള്ളത് പറഞ്ഞു. ഞാനിപ്പോഴും പറയുന്നത് പറയാനുള്ളത് പറയും. ലാലേട്ടനെയോ ആരെ വേണമെങ്കിൽ വിമർശിക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ്. പക്ഷെ പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബായ്.